പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, 12ാം ക്ലാസ് ബിസിനസ് സ്റ്റഡീസിൻ്റെ 6ാമത്തെ ചാപ്റ്റർ സ്റ്റാഫിങ്ങിൻ്റെ 2ാം ഭാഗമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ പാഠഭാഗത്ത് പ്രധാനമായും സ്റ്റാഫിങ്ങിൻ്റെ ഘടകങ്ങളെക്കുറിച്ചാണ്, എലമെൻറ്റ്സ് അല്ലെങ്കിൽ ആസ്പെക്ട്സ് ഓഫ് സ്റ്റാഫിങ്ങിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഏറ്റവും പ്രധാനമായും 3 എലമെൻറ്റ്സ് ആണ് അല്ലെങ്കിൽ ആസ്പെക്ട്സ് ആണ് സ്റ്റാഫിംഗ് പ്രോസസ്സിനുള്ളത്. റിക്രൂട്ട്മെൻറ്റ്, സെലക്ഷൻ ആൻഡ് ട്രെയിനിങ് ആർ ദീസ് എലമെൻറ്റ്സ്. ഇതിൽ റിക്രൂട്ട്മെൻറ്റ് എന്ന പാഠഭാഗമാണ് ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. എന്താണ് റിക്രൂട്ട്മെൻറ്റ്? സെർച്ചിങ് ഫോർ prospective employees and stimulating them to apply for jobs is recruitment. സ്ഥാപനത്തിലേക്ക് ആവശ്യമുള്ള ജീവനക്കാരെ സെർച്ച് ചെയ്യലും ആ ജോലിക്ക് അപേക്ഷിക്കാൻ വേണ്ടി അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന പ്രവർത്തനമാണ് റിക്രൂട്ട്മെൻറ്റ്. റിക്രൂട്ട്മെൻറ്റ് അതുകൊണ്ട് തന്നെ ഒരു പോസിറ്റീവ് പ്രോസസ്സാണ്. പരമാവധി ആൾക്കാരെ ഒരു ജോലിക്ക് വേണ്ടി അപേക്ഷിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് റിക്രൂട്ട്മെൻറ്റിൽ നടക്കുന്നത്. റിക്രൂട്ട്മെൻറ്റിൽ മതിയായ നമുക്ക് അനുയോജ്യരായിട്ടുള്ള ജീവനക്കാരെ ലഭിക്കുക ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് റിക്രൂട്ട്മെൻറ്റ് ഏറ്റവും നല്ല രീതിയിൽ നടത്തിയെങ്കിൽ മാത്രമേ സെലക്ഷൻ ഫലവത്തായി നിർവഹിക്കാൻ കഴിയുകയുള്ളൂ. റിക്രൂട്ട്മെൻറ്റിന് പ്രധാനപ്പെട്ട 2 ഉറവിടങ്ങളാണുള്ളത്. സ്ഥാപനത്തിലേക്ക് ജീവനക്കാരെ നമ്മൾ അന്വേഷിക്കുമ്പോൾ പ്രധാനമായിട്ടും 2 സ്രോതസ്സുകൾ അല്ലെങ്കിൽ ഉറവിടങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഒന്ന് ഇൻറ്റേർണൽ സോഴ്സും രണ്ടാമതായിട്ട് എക്സ്റ്റേണൽ സോഴ്സുമാണ്. സ്ഥാപനത്തിനുള്ളിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള ജീവനക്കാരെ കണ്ടെത്താൻ കഴിയും. അതോടൊപ്പം തന്നെ സ്ഥാപനത്തിന് വെളിയിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള ജീവനക്കാരെ കണ്ടെത്താൻ കഴിയും. അതുകൊണ്ട് 2 പ്രധാനപ്പെട്ട ഉറവിടങ്ങളാണ് റിക്രൂട്ട്മെൻറ്റിനുള്ളത്. ആഭ്യന്തര ഉറവിടങ്ങളും ബാഹ്യ ഉറവിടങ്ങളും. ഇതിലാദ്യമായി ആഭ്യന്തര ഉറവിടങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാം. ഇന്റേണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്. അതിലൊന്നാമതായിട്ട് ട്രാൻസ്ഫറാണ്, സ്ഥലം മാറ്റം. ഷിഫ്റ്റിംഗ് ആൻ എംപ്ലോയി ഫ്രം വൺ ജോബ് ടു അനദർ. ജീവനക്കാരെ ഒരു തസ്തികയിൽ തന്നെ മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്കോ മറ്റൊരു ബ്രാഞ്ചിലേക്കോ മാറ്റുന്നതാണ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ട്രാൻസ്ഫറിൻ്റെ പ്രത്യേകതകൾ? There is only a slight change in duties and responsibilities. സെയിം ലെവൽ ഓഫ് മാനേജ്മെൻറ്റിൽ തന്നെയാണ് അവിടെ ട്രാൻസ്ഫർ ലഭിക്കുക. അതുകൊണ്ട് തന്നെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസിൽ കാര്യമായ മാറ്റം ഉണ്ടാവാറില്ല. ആൻഡ് ദർ ഈസ് നോ ചേഞ്ച് ഇൻ സാലറി. സാധാരണത്തിൽ ട്രാൻസ്ഫർ കൊണ്ട് ശമ്പളത്തിൽ മാറ്റമുണ്ടാകുന്നില്ല. ദ എക്സസ് എംപ്ലോയീസ് ക്യാൻ ബി മൂവ്ഡ് ടു അതർ ഡിപ്പാർട്ട്മെൻറ്റ്സ്. അതാണ് ട്രാൻസ്ഫർ കൊണ്ടുള്ള ഒരു മേന്മ. അധികമുള്ള ജീവനക്കാരെ മറ്റു ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കോ മറ്റു ബ്രാഞ്ചുകളിലേക്കോ മാറ്റി നിയമിക്കുന്നതിന് ട്രാൻസ്ഫർ സഹായകരമാണ്. ഇറ്റ് ഈസ് എ ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റ് ഓഫ് എംപ്ലോയീസ്. തിരശ്ചീനമായിട്ടുള്ള ജീവനക്കാരുടെ മൂവ്മെൻറ്റ്സ് മാത്രമേ ട്രാൻസ്ഫറിൽ നടക്കുന്നുള്ളൂ. അടുത്തായി ജോബ് റൊട്ടേഷൻ ഈസ് പോസിബിൾ ടു ലേൺ ഡിഫറെൻറ്റ് ജോബ്സ്. ട്രാൻസ്ഫറിലൂടെ ജോബ് റൊട്ടേഷൻ സാധ്യമാണ്. ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതോടുകൂടി വിവിധ ഡിപ്പാർട്ട്മെൻറ്റിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും സ്ഥാപനത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും അടുത്തറിയാനും അവിടെ ജീവനക്കാർക്ക് കഴിയുന്നുണ്ട്. ഡു നോട്ട് ഇൻക്രീസ് ദ നമ്പർ ഓഫ് എംപ്ലോയീസ് ഇൻ ദ ഓർഗനൈസേഷൻ. ട്രാൻസ്ഫറിലൂടെ ജീവനക്കാരുടെ എണ്ണം വർദ്ധിക്കുന്നില്ല. അവരെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്കോ അല്ലെങ്കിൽ ഒരു യൂണിറ്റിൽ നിന്ന് മറ്റൊരു യൂണിറ്റിലേക്കോ ട്രാൻസ്ഫർ ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്, മാറ്റി നിയമിക്കുക മാത്രമാണ് ചെയ്യുന്നത്.
വിവിധ ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റിൽ രണ്ടാമതായിട്ട് പ്രൊമോഷനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പ്രൊമോഷൻ മീൻസ് ഷിഫ്റ്റിംഗ് ആൻ എംപ്ലോയി ഫ്രം എ ലോവർ പൊസിഷൻ ടു ഹയർ പൊസിഷൻ. താഴ്ന്ന തസ്തികയിൽ നിന്നും ഒരു ഉയർന്ന തസ്തികയിലേക്ക് ജീവനക്കാരെ മാറ്റുന്നതാണ് പ്രൊമോഷൻ അഥവാ സ്ഥാനക്കയറ്റം എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് പ്രൊമോഷന്റെ പ്രത്യേകതകൾ? ഫീച്ചേഴ്സ് ഓഫ് പ്രൊമോഷൻ: നോ ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് എംപ്ലോയീസ്. ഇവിടെ ജീവനക്കാരുടെ എണ്ണത്തിൽ വർധനവുണ്ടാകുന്നില്ല. രണ്ടാമതായി, ഇറ്റ് ഈസ് ഓൺലി എ വെർട്ടിക്കൽ ഷിഫ്റ്റിംഗ്, ദാറ്റ് ഈസ് ഫ്രം എ ലോവർ പൊസിഷൻ ടു എ ഹയർ പൊസിഷൻ. ഇവിടെ വെർട്ടിക്കൽ ഷിഫ്റ്റിംഗ് ആണ് നടക്കുന്നത്. അതായത് ഒരു ലോവർ പോസ്റ്റിൽ നിന്നും ഒരു ഹയർ പോസ്റ്റിലേക്കുള്ള നിയമനമാണ് പ്രൊമോഷനിലൂടെ നടക്കുന്നത്. ആൻഡ് ഇറ്റ് ഓൾസോ മോട്ടിവേറ്റ്സ് ദ എംപ്ലോയീസ്. സ്ഥാനക്കയറ്റം ജീവനക്കാരെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒന്നാണ്, ജീവനക്കാർക്ക് പ്രചോദനം നൽകുന്ന ഒന്നാണ് സ്ഥാനക്കയറ്റം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ദർ ഈസ് ഇൻക്രീസ് ഇൻ സാലറി ഓർ വേജസ് ആൻഡ് അതർ ഇൻസെൻറ്റീവ്സ്. പ്രൊമോഷനോട് കൂടിയിട്ട് ശമ്പളത്തിൽ വർധനവ് ലഭിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് പ്രൊമോഷന്റെ പ്രധാന പ്രത്യേകതകൾ. ഇത്തരത്തിലുള്ള ഇന്റേണൽ സോഴ്സിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ട്രാൻസ്ഫർ, പ്രൊമോഷൻ പോലെയുള്ള ആഭ്യന്തര ഉറവിടത്തിന്റെ മേന്മകൾ എന്തൊക്കെയാണ്? ഒന്നാമതായി, സെൻസ് ഓഫ് സെക്യൂരിറ്റി. ജീവനക്കാർക്ക് തൊഴിൽ സുരക്ഷിതത്വം ലഭിക്കുന്നതിന് ഏറെ ഗുണകരമാണ് ട്രാൻസ്ഫർ, പ്രൊമോഷൻ പോലെയുള്ള ഇന്റേണൽ സോഴ്സുകൾ. ഇന്റേണൽ സോഴ്സസ് ജീവനക്കാർക്ക് ഒരു സെൻസ് ഓഫ് സെക്യൂരിറ്റി പ്രദാനം ചെയ്യുന്നുണ്ട്. ലോയൽറ്റി അമംഗ് ദ എംപ്ലോയീസ്. ജീവനക്കാരിൽ കൂടുതൽ കൂറും വിശ്വസ്തയും ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഇന്റേണൽ സോഴ്സുകൾ സഹായകരമാണ്. ജീവനക്കാർക്ക് പ്രൊമോഷൻ സാധ്യതകൾ ലഭിക്കുന്നത് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് അല്ലെങ്കിൽ ബ്രാഞ്ചുകളിലേക്ക് ട്രാൻസ്ഫർ ലഭിക്കുന്നത് ജീവനക്കാരുടെ കൂറും വിശ്വസ്തയും വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. തേർഡ്ലി, ഇറ്റ് മോട്ടിവേറ്റ്സ് ദ എംപ്ലോയീസ്. ജീവനക്കാർക്ക് പ്രചോദനം ലഭിക്കുന്ന ഒരു കാര്യമാണ്. ട്രാൻസ്ഫർ, പ്രൊമോഷൻ പോലെയുള്ള കാര്യങ്ങൾ ജീവനക്കാരെ ഏറെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. നാലാമതായി, ഇക്കണോമിക്കലാണിത്. ഇന്റേണൽ സോഴ്സ് റിക്രൂട്ട്മെന്റ് ഇക്കണോമിക്കലാണെന്ന് പറയാൻ കാരണം ബാഹ്യ ഉറവിടങ്ങളിൽ നിന്ന് റിക്രൂട്ട്മെന്റ് നടത്തുന്ന പോലെയുള്ള ചെലവുള്ള പ്രോസസ്സ് ഇവിടെ ആവശ്യമില്ല. അതുകൊണ്ട് ഇന്റേണൽ സോഴ്സുകളിലൂടെ ജീവനക്കാരെ കണ്ടെത്തുക വളരെ ലാഭകരമായ റിക്രൂട്ട്മെന്റ് രീതിയാണ്. അതോടൊപ്പം തന്നെ ദർ ഈസ് കണ്ടിന്യൂറ്റി ഓഫ് എംപ്ലോയ്മെന്റ്. ജീവനക്കാർക്ക് തൊഴിൽ സ്ഥിരത നൽകാൻ കഴിയുന്നുണ്ട്. ഇന്റേണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ് എൻഷുവേഴ്സ് കണ്ടിന്യൂറ്റി ഓഫ് എംപ്ലോയ്മെന്റ്. ആറാമതായി, ബെറ്റർ എംപ്ലോയി റിലേഷൻഷിപ്പ്. തൊഴിൽ ഉടമസ്ഥരും തൊഴിലാളികളും തമ്മിലുള്ള നല്ല ബന്ധം വളർത്താൻ ഇന്റേണൽ സോഴ്സസ് ഉപകരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സർപ്ലസ് ആൻഡ് ഓൾസോ ഷോർട്ടേജ് ക്യാൻ ബി റെക്ടിഫൈഡ് ത്രൂ ഇന്റേണൽ സോഴ്സസ്. അധികമുള്ള ജീവനക്കാരെ മറ്റു ബ്രാഞ്ചുകളിലേക്കോ മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിലേക്കോ മാറ്റി നിയമിക്കുന്നതിലൂടെ ഒരു സ്ഥലത്തുള്ള അധിക ജീവനക്കാരെ മറ്റ് സ്ഥലങ്ങളിലേക്ക് ഡിപ്ലോയ് ചെയ്യാനും ചില ഡിപ്പാർട്ട്മെന്റുകളിൽ അല്ലെങ്കിൽ ബ്രാഞ്ചുകളിലുള്ള ഷോർട്ടേജ് ഓഫ് എംപ്ലോയീസ് പരിഹരിക്കാനും അതിലൂടെ സാധിക്കുന്നുണ്ട്. അടുത്തായി, ഇറ്റ് ഈസ് എ ടൂൾ ഫോർ ട്രെയിനിങ് ടു ഫ്യൂച്ചർ മാനേജേഴ്സ്. ഫ്യൂച്ചർ മാനേജേഴ്സിനെ ട്രെയിൻ ചെയ്യിക്കാനുള്ള ഒരു മാർഗം കൂടിയാണ് ഇത്തരത്തിലുള്ള ട്രാൻസ്ഫർ, പ്രൊമോഷൻ പോലെയുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഇന്റേണൽ സോഴ്സിലൂടെ ഭാവി മാനേജർമാരെ പരിശീലനം നൽകി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഉപകരിക്കുന്നുണ്ട്. സോ ഇന്റേണൽ സോഴ്സ് റിക്രൂട്ട്മെന്റ് ഈസ് എ ടൂൾ ഓഫ് ട്രെയിനിങ് ടു ദ എംപ്ലോയീസ്. ഇനി എന്തൊക്കെയാണ് ഇന്റേണൽ സോഴ്സ് റിക്രൂട്ട്മെന്റിന്റെ പരിമിതികൾ എന്ന് നോക്കാം. ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ഇന്റേണൽ സോഴ്സ് റിക്രൂട്ട്മെന്റ്. ഫസ്റ്റ്ലി, പ്രിവെന്റിംഗ് കേപ്പബിൾ പേഴ്സൺസ് ഫ്രം ഔട്ട്സൈഡ്.
There is no infusion of new blood to the organization. സ്ഥാപനത്തിലേക്ക് പുതുരക്തം കഴിവുള്ള വ്യക്തികൾ പുറമേ നിന്ന് എത്തുന്നില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ പോരായ്മ. Internal sources prevents capable persons from outside. പുറമേയുള്ള കഴിവുള്ള വ്യക്തികളെ സ്ഥാപനത്തിലേക്ക് ലഭിക്കുന്നില്ല എന്നുള്ള ഒരു പോരായ്മയുണ്ട്. രണ്ടാമതായി, എംപ്ലോയീസ് മേ ബിക്കം ലെതർജിക്. Employees become lazy due to the time-bound promotions. സീനിയോറിറ്റി മാത്രം കണക്കാക്കിക്കൊണ്ട് ടൈം ബൗണ്ട് പ്രൊമോഷൻ നൽകുമ്പോൾ അത് പലപ്പോഴും ജീവനക്കാരിൽ അലസതയുണ്ടാക്കാനും ജോലിയിൽ താല്പര്യം കാണിക്കാതിരിക്കാനുമൊക്കെ ഇടയാക്കാറുണ്ട്. നെക്സ്റ്റ് വൺ ഈസ് ലിമിറ്റഡ് നമ്പർ ഓഫ് ക്വാളിഫൈഡ് ഹാൻഡ്സ്. പലപ്പോഴും യോഗ്യതയുള്ള വ്യക്തികൾ സ്ഥാപനത്തിൽ കണ്ടെത്തുക പ്രയാസകരമായിരിക്കും. ഇന്റേണൽ സോഴ്സ് റിക്രൂട്ട്മെന്റിന് ലിമിറ്റഡ് സ്കോപ്പേ ഒരു സ്ഥാപനത്തിലുള്ളൂ. ക്വാളിഫൈഡ് ഹാൻഡ്സ് മേ നോട്ട് ബി അവൈലബിൾ ഇൻ ആൻ ഓർഗനൈസേഷൻ. Another important disadvantage of internal source recruitment is there is no spirit of competition. ജീവനക്കാർക്കിടയ്ക്ക് പോസിറ്റീവായിട്ടുള്ള മത്സരം ഉണ്ടാകുന്നില്ല. There is no spirit of competition among the employees. അഞ്ചാമതായി, not suitable for post required innovation. പ്രത്യേകിച്ചും പുതുമകൾ ആവശ്യമുള്ള പോസ്റ്റുകളിലേക്ക് ഇത്തരം ഇന്റേണൽ സോഴ്സുകൾ അഭിലഷണീയമല്ല. കൂടുതൽ വിദ്യാഭ്യാസ യോഗ്യതയുള്ള മികവുറ്റ ജീവനക്കാരെ എക്സ്റ്റേണൽ സോഴ്സിൽ നിന്നുമാണ് കൂടുതലായിട്ട് ലഭ്യമാകുക. അതിനാൽ ഇന്നൊവേഷൻസ് ആവശ്യമുള്ള പോസ്റ്റുകളിലേക്ക് എക്സ്റ്റേണൽ സോഴ്സുകളാണ് കൂടുതൽ അഭികാമ്യം. ആറാമതായി, ഫേവറൈറ്റിസം ആൻഡ് പാർഷ്യാലിറ്റി. പ്രൊമോഷനിലും ട്രാൻസ്ഫറിലും ഫേവറൈറ്റിസവും പാർഷ്യാലിറ്റിയും ഒക്കെ പലപ്പോഴും ആരോപിക്കപ്പെടാറുണ്ട്. സ്വജനപക്ഷപാതവും പാർഷ്യാലിറ്റിയും കാണിച്ചുകൊണ്ട് ബന്ധപ്പെടാത്തവർക്ക് പ്രൊമോഷൻ ട്രാൻസ്ഫർ നൽകുന്ന രീതികൾ കണ്ടുവരാറുണ്ട്. ആൻഡ് ദർ ഈസ് ഓൾസോ റിഡക്ഷൻ ഇൻ പ്രൊഡക്ടിവിറ്റി ഡ്യൂ ടു ഫ്രീക്വന്റ് ട്രാൻസ്ഫേഴ്സ് ആൻഡ് അൺസയന്റിഫിക് പ്രൊമോഷൻ റിസൾട്ട്സ് ഇൻ ലോ പ്രൊഡക്ടിവിറ്റി. അടിക്കടി ജീവനക്കാരെ ട്രാൻസ്ഫർ ചെയ്യുന്നതും അശാസ്ത്രീയമായ പ്രൊമോഷനും പലപ്പോഴും സ്ഥാപനത്തിന് ഉൽപാദനക്ഷമതയെ ദോഷകരമായി ബാധിക്കാറുണ്ട്. നെക്സ്റ്റ് അബൌട്ട് ദ വേരിയസ് എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ്. ബാഹ്യ ഉറവിടങ്ങളിലൂടെയുള്ള റിക്രൂട്ട്മെന്റ് ആണ് കൂടുതലായിട്ടും ഒരു സ്ഥാപനത്തിൽ നടക്കാറുള്ളത്. എക്സ്റ്റേണൽ സോഴ്സസ് ആണ് കൂടുതലായിട്ടും സ്ഥാപനങ്ങൾ ജീവനക്കാരെ കണ്ടെത്താൻ വേണ്ടിയിട്ട് പ്രയോജനപ്പെടുത്താറുള്ളത്. Here, recruitment of candidates are made from outside the organization. സ്ഥാപനത്തിന് വെളിയിൽ നിന്നും ജീവനക്കാരെ കണ്ടെത്തുന്ന രീതിയാണ് എക്സ്റ്റേണൽ സോഴ്സിൽ ഉപയോഗിക്കുന്നത്. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ് എന്ന് കാണാം. ഒന്നാമതായിട്ട് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ്. ഓൺ ദ സ്പോട്ട് സെലക്ഷൻ ഓഫ് എംപ്ലോയീസ് ഓൺ ദ ബേസ് ഓഫ് നോട്ടീസ്. ഒരു മുൻകൂർ നോട്ടീസ് നൽകിക്കൊണ്ട് ആവശ്യമുള്ള ജീവനക്കാരെ സ്പോട്ടിൽ സെലക്ട് ചെയ്യുന്ന രീതിയാണ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റിലുള്ളത്. പ്രത്യേകിച്ചും താൽക്കാലിക ജീവനക്കാരെ നിയമിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് കൂടുതലായിട്ട് ഉപയോഗിച്ച് കാണുന്നത്. രണ്ടാമതായി, കാഷ്വൽ കോളേഴ്സ് ഫ്രം വെയിറ്റിംഗ് ലിസ്റ്റ്. പല സ്ഥാപനങ്ങളും യോഗ്യതയുള്ള കാൻഡിഡേറ്റ്സിന്റെ വെയിറ്റിംഗ് ലിസ്റ്റ് തയ്യാറാക്കാറുണ്ട്. ആവശ്യമുള്ള സമയങ്ങളിൽ അവരെ പ്രയോജനപ്പെടുത്തുകയാണ് ഈ രീതിയിൽ ചെയ്യുന്നത്. സെർച്ചിങ് ഫോർ എംപ്ലോയീസ് ഫ്രം വെയിറ്റിംഗ് ലിസ്റ്റ് ഓഫ് കാഷ്വൽ ആപ്ലിക്കൻസ്. ജോലി അന്വേഷകർ സ്ഥാപനത്തിലെത്തുമ്പോൾ അവരുടെ വിശദാംശങ്ങൾ രേഖപ്പെടുത്തി വെക്കുകയും പിന്നീട് ആവശ്യമുള്ളപ്പോൾ അവരെ ജോലിക്ക് നിയമിക്കുകയും ചെയ്യുന്ന രീതിയാണ് വെയിറ്റിംഗ് ലിസ്റ്റിലുള്ളത്. ആൻഡ് അനദർ ടൈപ്പ് ഓഫ് എക്സ്റ്റേണൽ സോഴ്സ് ഈസ് അഡ്വർടൈസ്മെന്റ്.
It is the most commonly used method. It is an effective means to search potential employees from outside the organization. കൂടുതലായും ജീവനക്കാരെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എക്സ്റ്റേണൽ സോഴ്സ് അഡ്വർടൈസ്മെൻ്റ് ആണ്. പത്രമാധ്യമങ്ങളിലൂടെ പരസ്യങ്ങൾ നൽകിക്കൊണ്ട് നമുക്കാവശ്യമുള്ള ജീവനക്കാരെ കണ്ടെത്താൻ കഴിയും. നാലാമതായി എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചുകൾ. Details of job seekers may be supplied to organizations by the employment exchanges. എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചിൽ തൊഴിൽ അന്വേഷകർക്ക് രജിസ്റ്റർ ചെയ്യാൻ കഴിയും. അതുകൊണ്ട് തന്നെ എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചുകളിൽ വിവിധ യോഗ്യതയുള്ള തൊഴിൽ അന്വേഷകരുടെ ലിസ്റ്റ് ലഭ്യമായിരിക്കും. ഗവൺമെൻറ് സ്ഥാപനങ്ങൾക്ക് പുറമെ സ്വകാര്യ സ്ഥാപനങ്ങൾക്കും ഈ ലിസ്റ്റിൽ നിന്നും നിയമനം നടത്താവുന്നതാണ്. അഞ്ചാമതായി പ്ലേസ്മെന്റ് ഏജൻസീസ് ആൻഡ് പേഴ്സണൽ കൺസൾട്ടൻസ്. തൊഴിലന്വേഷകരെ സഹായിക്കാൻ വേണ്ടി പ്ലേസ്മെന്റ് ഏജൻസികളും പേഴ്സണൽ കൺസൾട്ടൻസും പ്രവർത്തിക്കുന്നുണ്ട്. They are the specialized agencies who undertakes all the functions of recruitment and selection on behalf of the employer. ഇത്തരം പ്ലേസ്മെന്റ് ഏജൻസികൾ അല്ലെങ്കിൽ പേഴ്സണൽ കൺസൾട്ടൻസ് വിവിധ സ്ഥാപനങ്ങൾക്ക് ആവശ്യമുള്ള ജീവനക്കാരെ റിക്രൂട്ട് ചെയ്ത് സെലക്ട് ചെയ്ത് നൽകാറാണ് പതിവ്. അവരുടെ വിദഗ്ധ സേവനം ഉപയോഗിച്ചുകൊണ്ട് റിക്രൂട്ട്മെന്റ് സെലക്ഷൻ നടപടികൾ കമ്പനികൾക്ക് വേണ്ടിയിട്ട് ഇത്തരം ഏജൻസികൾ ചെയ്തു കൊടുക്കുന്നു. ആറാമതായി ക്യാമ്പസ് ഇന്റർവ്യൂകൾ. സമീപകാലത്ത് പ്രമുഖ കമ്പനികൾ ഉപയോഗിക്കുന്ന റിക്രൂട്ട്മെന്റ് രീതിയാണ് ക്യാമ്പസ് ഇന്റർവ്യൂകൾ. സെർച്ചിങ് ഫോർ പ്രോസ്പെക്റ്റീവ് കാൻഡിഡേറ്റ്സ് ഫ്രം യൂണിവേഴ്സിറ്റീസ് ആൻഡ് കോളേജസ്. യൂണിവേഴ്സിറ്റികളിലും കോളേജുകളും സന്ദർശിച്ചുകൊണ്ട് ഇത്തരം കമ്പനികൾ അവർക്ക് ആവശ്യമുള്ള അനുയോജ്യരായിട്ടുള്ള ജീവനക്കാരെ കണ്ടെത്തുന്നു. ഏഴാമതായി റെക്കമെൻഡേഷൻസ് ഓഫ് പ്രസന്റ് എംപ്ലോയീസ്. പ്രസന്റ് എംപ്ലോയീസിന്റെ റെക്കമെൻഡേഷൻ, നിലവിലുള്ള ജീവനക്കാരുടെ റെക്കമെൻഡേഷനിലൂടെ നിയമനം നടത്താറുണ്ട് പല കമ്പനികളും. ഇറ്റ് എൻഷുവേഴ്സ് റിലയബിലിറ്റി ആൻഡ് സ്യൂട്ടബിലിറ്റി ഫോർ ദ പോസ്റ്റ് ആൻഡ് ഹെൽപ്സ് ടു ഇംപ്രൂവ് ദ മൊറൈൽ ഓഫ് എക്സിസ്റ്റിംഗ് എംപ്ലോയീസ്. ഇത്തരത്തിൽ നിലവിലുള്ള ജീവനക്കാരുടെ റെക്കമെൻഡേഷനിലൂടെ നിയമനം നടത്തുമ്പോൾ അതിലൂടെ കൂടുതൽ റിലയബിൾ ആയിട്ടുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ ലഭ്യമാണ്. അതോടൊപ്പം തന്നെ നിലവിലുള്ള എംപ്ലോയീസിൻ്റെ സ്ഥാപനത്തിനോടുള്ള കൂറും വിശ്വസ്തയും വർദ്ധിപ്പിക്കാൻ ഇത് സഹായകരമാണ്. എട്ടാമതായി ലേബർ കോൺട്രാക്ടേഴ്സ്. കൂടുതലായിട്ട് ആവശ്യമുള്ള താൽക്കാലിക ജീവനക്കാരെ ഏർപ്പാടാക്കുന്ന ഇടനിലക്കാരാണ് ലേബർ കോൺട്രാക്ടർമാർ. The contractors keep in touch with a large number of workers and bring them at the places where they are required. ലേബർ കോൺട്രാക്ടേഴ്സിന്റെ കീഴിൽ ഒരുപാട് തൊഴിലാളികൾ ലഭ്യമായിരിക്കും. ലേബർ കോൺട്രാക്ടേഴ്സിനെ ബന്ധപ്പെട്ടുകൊണ്ട് സ്ഥാപനങ്ങൾക്ക് ആവശ്യമുള്ള താൽക്കാലിക ജീവനക്കാരെ കണ്ടെത്താൻ കഴിയും. ഒമ്പതാമതായി ലേബർ യൂണിയൻസ്. ലേബർ യൂണിയന്റെ റെക്കമെൻഡേഷൻസ് പല മേഖലകളിലും തൊഴിലാളികളെ കണ്ടെത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. സം ഓർഗനൈസേഷൻസ് അക്സെപ്റ്റ് ദ റെക്കമെൻഡേഷൻസ് ഓഫ് ലേബർ യൂണിയൻസ്. എക്സാമ്പിൾ ഓർഗനൈസേഷൻസ് റണ്ണിംഗ് ബൈ പൊളിറ്റിക്കൽ പാർട്ടീസ്. അവസാനമായി വെബ് പബ്ലിഷിംഗ്. എ നമ്പർ ഓഫ് വെബ്സൈറ്റ്സ് ഗിവൺ ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ ഓഫ് ജോബ് സീക്കേഴ്സ് ആൻഡ് ജോബ് പ്രൊവൈഡേഴ്സ്. ഇന്റർനെറ്റ് സംവിധാനങ്ങളിലൂടെ തൊഴിൽ അന്വേഷകർക്കും അതോടൊപ്പം തന്നെ തൊഴിൽ ദാതാക്കൾക്കും വിശദാംശങ്ങൾ കൈമാറിക്കൊണ്ട് ജോലി സമ്പാദനത്തിനും അനുയോജ്യരായിട്ടുള്ള ജീവനക്കാരെ ലഭിക്കുന്നതിനും സംവിധാനമൊരുക്കുന്നു. പ്രധാനപ്പെട്ട എക്സ്റ്റേണൽ സോഴ്സ് റിക്രൂട്ട്മെന്റ് ഒന്നുകൂടി നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ്, സെക്കൻഡ് വൺ ഈസ് വെയിറ്റിംഗ് ലിസ്റ്റ്, തേർഡ് വൺ ഈസ് അഡ്വർടൈസ്മെന്റ്, fourth one is employment exchanges, fifth one is placement agencies, the sixth one is campus interview, the next one is recommendations of present employees, labor contractors,
and also the recommendations or suggestions of labor unions, and also with the help of websites, that is web publishing. These all are the different sources of recruitment externally available to an organization. What are the advantages of external source of recruitment? ബാഹ്യ ഉറവിടങ്ങളുടെ മേന്മകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി വൈഡ് ചോയ്സ്. എക്സ്റ്റേണൽ സോഴ്സിനെ പ്രധാനമായിട്ടും പ്രയോജനപ്പെടുത്തുന്നത് വൈഡർ ചോയ്സ് ഉള്ളതിനാലാണ്. ആവശ്യമുള്ള കാൻഡിഡേറ്റ്സിനെ അനവധി അപേക്ഷകരിൽ നിന്നും കൂടുതൽ യോഗ്യരായിട്ടുള്ള ജീവനക്കാരെ കണ്ടെത്താൻ ഇത് സഹായിക്കുന്നുണ്ട്. രണ്ടാമതായി ഇൻഫ്യൂഷൻ ഓഫ് ന്യൂ ബ്ലഡ്. കൂടുതൽ കഴിവുറ്റ വ്യക്തികളെ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവരുന്നതിന് എക്സ്റ്റേണൽ സോഴ്സസ് ആണ് ഏറെ ഗുണകരം. ഇറ്റ് ഹെൽപ്സ് ഇൻ ഇൻഫ്യൂഷൻ ഓൺ ന്യൂ ബ്ലഡ്. പുതുരക്തം സ്ഥാപനത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കൂടുതൽ യോഗ്യതയും കഴിവുമുള്ള വ്യക്തികൾ സ്ഥാപനത്തിലേക്ക് ലഭിക്കുന്നതിന് എക്സ്റ്റേണൽ സോഴ്സാണ് ഉപകരിക്കുന്നത്. മൂന്നാമതായി സ്പിരിറ്റ് ഓഫ് കോമ്പറ്റീഷൻ. ഇത്തരത്തിൽ എക്സ്റ്റേണൽ സോഴ്സിൽ നിന്ന് ജീവനക്കാരെ കണ്ടെത്തുന്നത് പലപ്പോഴും പരസ്പരമുള്ള ഒരു പോസിറ്റീവ് കോമ്പറ്റീഷൻ വഴിതെളിക്കുകയും അത് സ്ഥാപനത്തിന് ഗുണകരമായി മാറുകയും ചെയ്യും. നെക്സ്റ്റ് വൺ ഈസ് ക്വാളിഫൈഡ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് പേഴ്സണൽ. കൂടുതൽ യോഗ്യതയുള്ള പരിചയസമ്പന്നരായിട്ടുള്ള ജീവനക്കാരെ ലഭിക്കുന്നതിന് എക്സ്റ്റേണൽ സോഴ്സാണ് കൂടുതൽ ഉപകാരപ്രദമായിട്ടുള്ളത്. Then what are the disadvantages of external sources of recruitment? എക്സ്റ്റേണൽ സോഴ്സിന്റെ ഒന്നാമത്തെ പരിമിതി എന്ന് പറയുന്നത് ഇറ്റ് ലീഡ്സ് ടു ഫ്രസ്ട്രേഷൻ അമംഗ് ദ എക്സിസ്റ്റിംഗ് എംപ്ലോയീസ്. നിലവിലുള്ള ജീവനക്കാർക്ക് പ്രൊമോഷൻ നൽകാതിരിക്കുന്നത് പലപ്പോഴും ജീവനക്കാരിൽ അതൃപ്തി ഉണ്ടാക്കാറുണ്ട്. രണ്ടാമതായി ഇറ്റ് ഈസ് എ ടൈം കൺസ്യൂമിംഗ് പ്രോസസ്. എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് കൂടുതൽ പ്രൊസീജിയറിലാണ്. ഒരുപാട് നടപടിക്രമങ്ങൾ അവിടെ ആവശ്യമായിട്ട് വരുന്നു. അതുകൊണ്ട് ഇതൊരു സമയം ആവശ്യമുള്ള ഒരു പ്രോസസ്സാണ് എക്സ്റ്റേണൽ സോഴ്സിലൂടെയുള്ള റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. രണ്ടാമതായി ഇറ്റ് ഈസ് മോർ കോസ്റ്റ്ലി. കൂടുതൽ ചെലവുള്ള കാര്യമാണ് എക്സ്റ്റേണൽ സോഴ്സിൽ നിന്നുള്ള റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. അടുത്തായി അൺസർട്ടനിറ്റിയാണ്. എക്സ്റ്റേണൽ സോഴ്സിൽ നിന്നും ജീവനക്കാരെ കണ്ടെത്തുക എന്ന് പറയുന്നത് പലപ്പോഴും അൺസർട്ടനിറ്റി ഉള്ളൊരു കാര്യമാണ്. നമുക്ക് ആവശ്യമുള്ള ജീവനക്കാരെ പലപ്പോഴും എക്സ്റ്റേണൽ സോഴ്സിൽ നിന്നും കണ്ടെത്തുക പ്രയാസകരമായിരിക്കാം. Then what are the differences between internal and external sources of recruitment? സ്ഥാപനങ്ങൾ ഒരേപോലെ ഇന്റേണൽ സോഴ്സും എക്സ്റ്റേണൽ സോഴ്സും റിക്രൂട്ട്മെന്റിന് വേണ്ടി പ്രയോജനപ്പെടുത്താറുണ്ട്. ഇവ തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണെന്നാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ഇന്റേണൽ സോഴ്സിലൂടെയുള്ള റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്ന ഒരു ക്വിക്ക് പ്രോസസ്സാണ്. എന്നാൽ എക്സ്റ്റേണൽ സോഴ്സിലൂടെയുള്ള റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. കൂടുതൽ സമയദൈർഘ്യം അതിനുവേണ്ടി ആവശ്യമുണ്ട്. ഇന്റേണൽ സോഴ്സ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് ചെലവ് കുറഞ്ഞ ഒന്നാണ്, ലെസ് എക്സ്പെൻസീവ് ആണ്. എന്നാൽ എക്സ്റ്റേണൽ സോഴ്സ് എന്ന് പറയുന്നത് കൂടുതൽ കോസ്റ്റ്ലി ആണ്, ചെലവേറിയ കാര്യമാണ്. ഇന്റേണൽ സോഴ്സ് വിൽ motivate the staff members of the organization. നിലവിലുള്ള ജീവനക്കാരെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒന്നാണ് ഇന്റേണൽ സോഴ്സിലൂടെ റിക്രൂട്ട്മെന്റ്. എന്നാൽ എക്സ്റ്റേണൽ സോഴ്സ് ഉപയോഗിക്കുന്നത് നിലവിലുള്ള ജീവനക്കാരുടെ അതൃപ്തിക്ക് കാരണമാകാറുണ്ട്, എക്സിസ്റ്റിംഗ് വർക്കേഴ്സിന്റെ ഡിസാറ്റിസ്ഫാക്ഷന് കാരണമാകാറുണ്ട്. ഇൻ കേസ് ഓഫ് ഇന്റേണൽ സോഴ്സ് ദർ ഈസ് ഓൺലി ലിമിറ്റഡ് ചോയ്സ്. വളരെ പരിമിതമായ ചോയ്സ് മാത്രമേ അവിടെ ലഭിക്കുന്നുള്ളൂ. സ്ഥാപനത്തിൽ നിലവിലുള്ള ജീവനക്കാരിൽ നിന്ന് മാത്രമായിട്ട് പുതിയ തസ്തികയിലേക്കുള്ള ജീവനക്കാരെ കണ്ടെത്തേണ്ടി വരും. എന്നാൽ എക്സ്റ്റേണൽ സോഴ്സ് വൈഡർ ചോയ്സ് നൽകുന്നുണ്ട്. ഇറ്റ് പ്രൊവൈഡ്സ് വൈഡർ ചോയ്സ് ഓഫ് കാൻഡിഡേറ്റ്സ്. Thank you for watching this video.